പരീക്ഷയിൽ ചോദിക്കാവുന്ന NCERT മാത്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 30% എന്നത് 60നോട് ഈക്വൽ ആണെങ്കിൽ ആ സംഖ്യ എത്ര? ഓപ്ഷൻ എ 180, ഓപ്ഷൻ ബി 180, ഓപ്ഷൻ സി 200, ഓപ്ഷൻ ഡി 220. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സംഖ്യയുടെ 30% 60നോട് ഈക്വൽ ആണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സംഖ്യ എന്നതിനെ എക്സ് ആയിട്ട് എടുക്കാം. ഇൻറ്റു 30% എന്ന് പറയുന്നത് 30/100 ഈക്വൽ ആണ് എന്തിനോട്? 60നോട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യ എത്രയാണെന്നാണ്. അതിനായിട്ട് ഈ എക്സ് ഈക്വൽ ടു ഈ 60നെ എഴുതുക. 60 ഇൻറ്റു ഈ 30/100 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പം റെസിപ്രോക്കൽ എടുക്കുക. 100/30 ആവും. എന്നിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 2 × 100 = 200 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ വിശദീകരണം ഇപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ഇത് വായിച്ചു നോക്കാം. ഈ നോട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അടുത്ത ചോദ്യം, 2 ആളുകൾ ഒരു ജോലി 10 ദിവസത്തിൽ പൂർത്തിയാക്കുന്നു. 5 ആളുകൾ എത്ര ദിവസത്തിൽ പൂർത്തിയാക്കും? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 ആൾക്കാർ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ 5 ആൾക്കാർ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ജോലി 2 ആൾക്കാർ 10 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ അവിടുത്തെ ആകെ ജോലി എന്ന് പറയുന്നത് 2 × 10 = 20 ആണ്. അങ്ങനെയെങ്കിൽ 5 ആളുകൾ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്യുമെന്ന് ചോദിച്ചാൽ 20/5 = 4 ആണ് ഉത്തരം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെയും വിശദീകരണം ഇപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു വസ്തു വാങ്ങിയ വില 500 വിറ്റ വില 600 ആണെങ്കിൽ പ്രോഫിറ്റ് ശതമാനത്തിൽ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 15%, ഓപ്ഷൻ സി 20%, ഓപ്ഷൻ ഡി 25%. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില 500 വിറ്റ വില 600 ആണെങ്കിൽ പ്രോഫിറ്റ് ശതമാനത്തിൽ എത്ര എന്നാണ് ചോദ്യം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില. ഇവിടെ വിറ്റ വില 600 വാങ്ങിയ വില 500 ആണ്. അതുകൊണ്ട് 600 - 500 = 100 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പ്രോഫിറ്റ് ശതമാനത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് പ്രോഫിറ്റ്, അതായത് നമുക്കിപ്പോൾ കിട്ടിയല്ലോ പ്രോഫിറ്റ് 100 ആണെന്ന്. 100 ÷ വാങ്ങിയ വില, അതായത് 500 ഇൻറ്റു ശതമാനത്തിലോട്ടാക്കാൻ പിന്നെ ഒരു 100 കൊണ്ട് ഗുണിക്കുക. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 20%. മനസ്സിലായല്ലോ. വിശദീകരണം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഒരു സംഖ്യയുടെ 25% 50നോട് തുല്യമാണെങ്കിൽ ആ സംഖ്യ എത്ര? നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെയാണ്. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 180, ഓപ്ഷൻ സി 200, ഓപ്ഷൻ ഡി 250. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയുടെ 25% 50നോട് ഈക്വൽ ആണെങ്കിൽ ആ സംഖ്യ എത്ര? ഒരു സംഖ്യേനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ഇൻറ്റു 25% എന്ന് പറയുന്നത് 25/100 ഈക്വൽ ആണ് എത്രയോട്? 50നോട്. ആ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ 50നെ ഇൻറ്റു ചെയ്യണം 25/100 റെസിപ്രോക്കൽ കൊണ്ട്. അപ്പം 100/25. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 200 എന്ന ആൻസർ കിട്ടും. ഈ ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. ഒരു വസ്തു 800-ന് വാങ്ങി 1000-ന് വിറ്റു എങ്കിൽ പ്രോഫിറ്റ് ശതമാനത്തിൽ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 20%,
ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 30%, ഓപ്ഷൻ ഡി 35%. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തു 800-ന് വാങ്ങി 1000-ന് വിറ്റുവെങ്കിൽ പ്രോഫിറ്റ് ശതമാനത്തിൽ എത്ര? ഇതിനാദ്യം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില. ഇവിടെ വിറ്റ വില 1000 മൈനസ് വാങ്ങിയ വില 800. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 200 എന്ന് കിട്ടി പ്രോഫിറ്റ്. ഇനി ശതമാനത്തിലോട്ടാക്കാൻ ഇപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ശതമാനത്തിലോട്ടാക്കേണ്ടതുകൊണ്ട്. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം 25% എന്ന് ഉത്തരം കിട്ടും. 3 ആളുകൾ ഒരു ജോലി 12 ദിവസത്തിൽ ചെയ്യുന്നു. 6 ആളുകൾ എത്ര ദിവസത്തിൽ ചെയ്യും? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. ഈ ക്വസ്റ്റ്യന് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് തന്നെയാണ്, വെറുതെ നമ്പർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ജോലി 3 ആളുകൾ 12 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്യും? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ജോലി 3 ആളുകൾ 12 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ അവിടുത്തെ ആകെ ജോലി എന്ന് പറയുന്നത് 3 × 12 = 36 ആണ്. അങ്ങനെയെങ്കിൽ 6 ആളുകൾ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ 36/6 = 6 ആണ് ഉത്തരം. അടുത്ത ചോദ്യം: ഒരു ട്രെയിൻ 50 km/h വേഗത്തിൽ 4 മണിക്കൂർ സഞ്ചരിച്ചാൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 150 km, ഓപ്ഷൻ ബി 180 km, ഓപ്ഷൻ സി 200 km, ഓപ്ഷൻ ഡി 220 km. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു ട്രെയിൻ 50 km/h വേഗതയിൽ 4 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചു? അതായത് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് 50 km/h ആണ്, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. അപ്പോൾ 50 × 4 200 km ആണ് ഇവിടെ ഉത്തരം. ഇനി ഉത്തരം മീറ്റർ/സെക്കൻഡിലായിരുന്നുവെങ്കിൽ ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ. ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ചാൽ 120 ആകുന്നു എങ്കിൽ ആദ്യ സംഖ്യ എത്ര? ഓപ്ഷൻ എ 80, ഓപ്ഷൻ ബി 90, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 110. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ചാൽ 120 കിട്ടും എങ്കിൽ ആദ്യ സംഖ്യ എത്ര? ഈ ആദ്യ സംഖ്യനെ നമുക്ക് എക്സ് എന്നെടുക്കാം. 20% എന്ന് പറയുന്നത് 120% മനസ്സിലാക്കുക. അപ്പം 120% ഓഫ് ആദ്യ സംഖ്യ, അതായത് എക്സ് എന്ന് പറയുന്നത് 120% എന്ന് പറയുന്നത് 120/100 ഇൻറ്റു എക്സ് = 120 എന്ന് വരും. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് =ൻ്റെ അപ്പുറത്ത് കിടക്കുന്ന 120 ആദ്യം എഴുതുക. ഈ 120/100ൻ്റെ റെസിപ്രോക്കൽ, അതായത് 100/120 എഴുതുക. ഈ 120 കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 100 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. വിശദീകരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേണ്ടവർ നോക്കുക, വേണ്ടെങ്കിൽ നോക്കണ്ട. ആവറേജ് ഓഫ് 5, 10, 15, 20 എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12.5, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 17.5. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് ഓഫ് 5, 10, 15, 20 എന്നാണ് ക്വസ്റ്റ്യൻ. ആവറേജ് കണ്ടുപിടിക്കാൻ
തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക. അതായത് ഇവിടെ തന്നിരിക്കുന്നത് 5 + 10 + 15 + 20 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 50 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇത് എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഇത് 4 സംഖ്യയുണ്ട്, അതിനെ കൊണ്ട് ഈ 50നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് ഉത്തരം കിട്ടും. ഈ ചോദ്യത്തിന് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, എന്നാലും വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോ. ഒരു സംഖ്യ ആദ്യം 20% വർദ്ധിപ്പിച്ചു, പിന്നെ ആ പുതിയ സംഖ്യ 20% കുറച്ചു. അവസാന സംഖ്യ 480 ആണെങ്കിൽ ആദ്യ സംഖ്യ എത്ര? ഓപ്ഷൻ എ 500, ഓപ്ഷൻ ബി 480, ഓപ്ഷൻ സി 520, ഓപ്ഷൻ ഡി 600. പരീക്ഷയിൽ ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു സംഖ്യ ആദ്യം 20% വർദ്ധിപ്പിച്ചു, പിന്നെ ആ പുതിയ സംഖ്യ 20% കുറച്ചു. അവസാന സംഖ്യ 480 ആണെങ്കിൽ ആദ്യ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ആദ്യ സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. എക്സിനെ 100 ആയിട്ട് എടുക്കുക, കാരണം ശതമാനം എപ്പോഴും 100-ലാണെന്ന് മനസ്സിലാക്കുക. 20% കൂട്ടി എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. 20% കൂട്ടി എന്ന് പറയുമ്പോൾ 100 + 20 120% എന്ന് കിട്ടും. 120% ഓഫ് ആദ്യ സംഖ്യ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യ സംഖ്യ എക്സ് ആണ്, ഇൻറ്റു 120% എന്ന് പറയുമ്പോൾ 120/100 ചെയ്യുമ്പോൾ 1.2x എന്ന് ഉത്തരം കിട്ടും. അടുത്ത വരിയിൽ പറയുന്നത് 20% കുറച്ചു എന്നാണ് പറയുന്നത്. 20% കുറച്ചു എന്ന് പറയുമ്പോൾ 100 - 20, സോ 80% ആണ് ഉത്തരം വരുന്നത്. സോ ആദ്യ സംഖ്യയിൽ നിന്നല്ല ഇവിടെ 20% കുറക്കേണ്ടത്, പുതിയ സംഖ്യയിൽ നിന്നാണ് 20% കുറക്കേണ്ടത്. ഇവിടെ പുതിയ സംഖ്യ 1.2x, അതിൽ നിന്ന് 80/100 ചെയ്യുമ്പോൾ 0.96x എന്ന് ഉത്തരം വരും. ഇനി നമുക്കറിയാം 0.96x ആണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത് 480-നോട്. സോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് 480 / 0.96 ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം 500 എന്ന് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണേ. വിശദീകരണം ഇവിടെ വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കണേ എല്ലാവരും. വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇതുപോലുള്ള വീഡിയോസിനായി ഹനാസ് PC കോർണർ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലെ വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.